ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളൊരു മൂവി കാണാൻ പോവുകയാണ്. വിനീത് ശ്രീനിവാസൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫിലിമായിട്ടുള്ള കരം കാണാനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. സോ ഈ ഒരു മൂവിയിലെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് നോബൽ തോമസും രേഷ്മ സെബാസ്റ്റ്യനും ഒക്കെയാണ്. നോബൽ തോമസിനെ എല്ലാവർക്കും അറിയായിരിക്കും, ഹെലൻ മൂവിയിലെ ഹീറോ ആയിട്ടുള്ളത്. അതേപോലെ രേഷ്മ സെബാസ്റ്റ്യൻ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്. പുള്ളിക്കാരി കുറേ ഫിലിംസൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഒരു ലീഡ് റോൾ ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ PVR ലുലുവിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളവിടെ എത്തി മൂവി സ്റ്റാർട്ട് ചെയ്തു. ഈ മൂവിയിൽ തന്നെ ആക്ടറായിട്ടുള്ള വിഷ്ണു ജി വാര്യറിനെയും നമ്മളെ ഇൻ്റർവെല്ലിന് ഇറങ്ങിയപ്പോൾ കണ്ടിട്ടുണ്ടായി. അങ്ങനെ മൂവിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ മൂവിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ത്രില്ലർ കാറ്റഗറിയിൽ വരുന്നൊരു ഫിലിമാണിത്. പിന്നെ അതേപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായിട്ടുള്ള ഇവാൻ ആശാനും ഇതിലൊരു മെയിൻ റോള് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ഫിലിമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പിന്നെ കുറച്ച് നേരം ഹേസുനെ കൊണ്ട് അവിടെയൊക്കെ കറങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇന്ന് ഞങ്ങൾ ഈവനിങ് ആണ് കേട്ടോ മൂവി കാണാൻ പോയത്. അപ്പോൾ ഞങ്ങൾ ഓർത്തു വീട്ടിൽ ചെന്നിട്ട് ഇപ്പോൾ OTTയിൽ പുതിയതായിട്ട് റിലീസായിട്ടുള്ള ഹൗസ് മേറ്റ്സ് എന്നുള്ളൊരു മൂവിക്ക് അത്യാവശ്യം നല്ല റിവ്യൂ കേട്ടു. സോ അത് കാണാൻ പറ്റുവാണെങ്കിൽ ഇന്ന് കാണാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ ആ ഒരു മൂവി കണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ അത് കംപ്ലീറ്റ് ആക്കാതെ നിർത്താൻ തോന്നിയില്ല. നല്ലൊരു മൂവി ആയിരുന്നു കേട്ടോ അത്. എനിക്ക് പേഴ്സണലി കരത്തിനേക്കാളും ഇഷ്ടപ്പെട്ടു ഹൗസ് മേറ്റ്സ് എന്നുള്ള ഈ ഒരു മൂവി. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.